വെൽക്കം ടു ഓട്ടോസ്റ്റാർക്ക് യൂട്യൂബ് ചാനൽ. ഇന്നുള്ളത് ഓട്ടോസ്റ്റാർക്കിന്റെ കൊച്ചി ഫെസിലിറ്റി അല്ല, തൃശ്ശൂർ ഫെസിലിറ്റിയാണ്. ഈ ഫോർച്യൂണർ 2017 ഫോർച്യൂണർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? യെസ്, ഇത് 2017 ഫോർച്യൂണർ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ലെജൻഡർ പ്ലസ് GR കിറ്റാണ് ചെയ്തിട്ടുള്ളത്. ഈ പോർഷൻ കണ്ടാൽ മനസ്സിലാവും, ഇത് GR കിറ്റിൻ്റെ പോർഷൻ. അതിന് റിയറിലുണ്ട്. മെയിൻലി എടുത്തു പറയേണ്ട സാധനം ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള പെയിൻറ്റിംഗ് ആണ്. നോർമൽ സിൽവർ തന്നെയാണ് പെയിൻറ്റിംഗ്, പക്ഷേ അതിനകത്ത് നമ്മൾ മെറ്റാലിക് ഫ്ലേക്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിനകത്തൊരു ട്രൈ കളർ അല്ലെങ്കിൽ എല്ലാ കളറും വരുന്ന രീതിയിലുള്ളൊരു ഫ്ലേക്സ് ആണ്. ഞാൻ ഇതിൻ്റെ ഒരു സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഈ ഫ്ലേക്സ് നമുക്ക് ഏത് പെയിൻറ്റിൻ്റെ മുകളിൽ ചെയ്യാനായിട്ട് പറ്റും. അതായത് നിങ്ങളുടെ വെഹിക്കിൾ ഏത് കളറാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്ലേക്ക് ഫിനിഷിൽ കൊണ്ടുവരാം. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് നമ്പറിൽ വിളിക്കാം. അപ്പോൾ എക്സ്റ്റീരിയറിൽ ഈ പെയിൻറ്റിങ് കൂടാതെ ഇതിനകത്ത് നമ്മൾ ഈ ക്രോം എലമെൻറ്റ് കൺവേർട്ട് ചെയ്തിട്ട് ചെറിയൊരു പെയിൻറ്റിങ് ചെയ്തിട്ടുണ്ട്. ഇത് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇനി അലോയ്സ് കസ്റ്റമർ റിക്വസ്റ്റ് ആയിരുന്നു. ഫ്യൂവലിൻ്റെ ഒറിജിനൽ അലോയ്സ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതിന് കുറച്ച് ലിഫ്റ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കാരണം ടീൻ സസ്പെൻഷൻ 4x4 ആണ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയറിൽ വരുമ്പോൾ ആസ് യൂഷ്വൽ സീറ്റ്സ് എക്സ്ട്രാ നമ്മൾ ചെയ്തതാണ്. സെയിം സീറ്റ്സിൻ്റെ തന്നെ ആ ഒരു ഇൻസെർഷൻ നമ്മൾ ഡോർ പാഡിലും അതിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇനി ഞാൻ എടുത്ത് പറയേണ്ട കാര്യം, ഇതിൻ്റെ ഉള്ളിലുള്ള വുഡൻ ഫിനിഷാണ് സെൻട്രൽ കൺസോളിലുള്ള. ഈ സെൻട്രൽ കൺസോളിലുള്ള ഫിനിഷ് ശരിക്കും ഒരു ആക്ച്വൽ വുഡ് ഫിനിഷിൽ തന്നെയല്ല. കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ മാറ്റ് ഫിനിഷിലാണ് ചെയ്തിട്ടുള്ള. ആ ഒരു പാറ്റേൺ രണ്ട് പാനലിലെയും സെയിം പാറ്റേൺ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഗിയർ നോബിലും സെയിം ആ വുഡ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയർ ആസ് യൂഷ്വൽ നമ്മൾ ആ ഒരു സീറ്റിൻ്റെ സെയിം മെറ്റീരിയൽ തന്നെ എല്ലാ സ്ഥലത്തും എൻലാർജ് ചെയ്തിട്ടുണ്ട്. ഇനി കാണിക്കേണ്ടത് ഇതിലുള്ള ആംബിയൻ ലൈറ്റ്സ് ആണ്. ഈ ആംബിയൻ ലൈറ്റ്സിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ നോർമലി ഇത്രയും നാൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആംബിയൻ ലൈറ്റ്സ് എല്ലാം എക്സ്ട്രാ നമ്മളൊരു ബീഡിങ് പോലെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനകത്ത് നമ്മൾ പാനൽ അങ്ങനെ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക. അതായത് വേറെ എക്സ്ട്രാ ലൈറ്റോ വയറോ ഒന്നും കാണില്ല. പക്ഷേ ആംബിയൻ ലൈറ്റിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ഫീച്ചർ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഈ ഡോറിലുള്ളതിൻ്റെ എല്ലാം നമുക്ക് കളർ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യുക. ബട്ടണുണ്ട്, ബട്ടണിൽ നമുക്ക് എല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ റിക്വയർഡ് ആയിട്ടുള്ള കളറിലോട്ട് മാറ്റാനായിട്ട് പറ്റും. പിന്നെ അകത്ത് ഇൻറ്റീരിയറിൽ പറയേണ്ടത് EDFC മോഡ്യൂൾ കൺവീനിയൻസ് പോർട്ടിലുണ്ട്. പിന്നെ GPS മോഡ്യൂളിലേക്ക് ഒരു കോർണറിലുണ്ട്, ക്യാമറ ഉണ്ട്. ആൻഡ് ഇനിയുള്ളത് റിയർ സീറ്റിലാണ്. റിയർ സീറ്റും നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു ബക്കറ്റ് ഫിനിഷ് പോലെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാറ് ഡ്യുവൽ ടോണാണ്, വേറെ എക്സ്ട്രാ ഒരു കളറും ഇല്ല. ഫ്ലോറും റൂഫും എല്ലാം ഉൾപ്പെടെ ബ്ലാക്ക് ആയതുകൊണ്ട് സീറ്റ്സിൻ്റെ ഡോർ പാഡിൻ്റെയും കളർ മാത്രമാണ് എനിക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുള്ളൂ. ദിസ് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ OEM ഫിനിഷ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ആൻഡ് ഇതൊക്കെയാണ് ഓട്ടോസ്റ്റാർക്കിലെ ഈ ഫോർച്യൂണറിൻ്റെ വിശേഷങ്ങളുള്ള. പിന്നെ ഫ്രണ്ടിൽ വരുമ്പോൾ ഫോഗ് ലൈറ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഫോഗിന് കുറച്ച് ലൈറ്റ് കുറവാണെന്നുള്ള ഒരു റിക്വസ്റ്റ് കസ്റ്റമർ പറഞ്ഞതുകൊണ്ട് ഇത് കുറച്ച് കൂടിയ ഫോഗ് ലൈറ്റാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയുണ്ട് ഓട്ടോസ്റ്റാർക്കിലെ ലെജൻഡർ വിത്ത് GR കൺവേർഷൻ കിറ്റ് ആൻഡ് ഫ്ലേക്സ് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്ത് കസ്റ്റമൈസേഷൻ ആണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ വെഹിക്കിൾ ഏതുമായിക്കോട്ടെ എന്ത് കസ്റ്റമൈസേഷൻ ആണെന്നുണ്ടെങ്കിലും താഴെ കാണുന്ന ഓട്ടോസ്റ്റാർക്കിൻ്റെ കോൺടാക്ട് നമ്പറിൽ വിളിക്കുക. മാത്രമല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോ എല്ലാം ഫുള്ളായിട്ട് കാണുക. അതെല്ലാം സ്പെസിഫിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തെങ്കിലും ഇൻകംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴത്തേക്കും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വണ്ടിയുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.